മെയ് 4 റിസൾട്ട് വന്ന് മെയ് 5 തന്നെ പന്തലിടാൻ കേരള സർക്കാർ ഇപ്പോൾ LDF തീരുമാനമായിട്ട്. കാരണം പിറ്റേ ദിവസം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് കയറുകയാണെന്നുള്ളതാണ് ഇപ്പോൾ പുതിയ കിട്ടിയ അറിവ്. ഇടാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു എന്ന് പറഞ്ഞു. ഏതായാലും പന്തലൊക്കെ ഇട്ടോളൂ, അത് ആവശ്യം വരും UDF-ന്. കാരണം പൂച്ച പെറ്റ് കിടക്കുന്ന ഖജന. പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കോൺഫിഡൻറ്റ് തന്നെയാണ്. മനസ്സിലല്ലേ? അത് മറികടക്കാനൊന്നും ആയിട്ടില്ല, അത് നടത്തിയിരിക്കും. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ പൂച്ച വെറ്റ് കടന്നിട്ടാണ് പോണത്. 2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അടുത്ത് മാറിപ്പോയിരുന്നിട്ട് LDF സർക്കാർ അധികാരമായിരിക്കുമ്പോൾ പൂച്ച വെറ്റെടുത്ത് 4 രോമെങ്കിലും ഉണ്ടായില്ല പൊന്നാര അസീസ്ക. അന്ന് ഖജനാവിൽ ഒരു ഉലക്കുണ്ടായില്ല. ഒരു 5000 കോടി ബാലൻസ് വെച്ചിട്ട് പോകുന്ന മാതിരിയാണല്ലോ. അന്ന് എന്തായിരുന്നു? പെൻഷൻ വരെ കൊടുക്കേണ്ട, വാർദ്ധക്യ പെൻഷൻ വരെ മുടങ്ങി കിടക്കുകയായിരുന്നു. എത്ര കൊടുത്തിരുന്നത്? വളരെ തുച്ഛമായ സംഖ്യ. അതുപോലും 6 മാസം 8 മാസം 10 മാസം മുടങ്ങി കിടന്നില്ലേ? ഒന്നും ഓർമ്മയില്ല നിൽക്കല്ലേ? ഇപ്പോൾ അത് വരട്ടി മുടങ്ങാതെ കൊടുക്കണില്ലേ? അതുകൊണ്ട് തന്നെയാണ് പിണറായി സർക്കാരിന് ഈ കോൺഫിഡൻറ്റ്. മനസ്സിലായില്ലേ? അയാൾ പന്തൽ ഏൽപ്പിച്ചു കൊണ്ടെങ്കിൽ അതിൽ സത്യപ്രതിജ്ഞ ചെയ്യും. മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ ചൊറിഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല. ആ ചൊറിച്ചിന് മാറാളം വരുന്നൊന്നുമില്ല കേട്ടോ. പിണറായി വിജയനാണ് അന്ന് പന്തൽ ഏൽപ്പിച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കും. മനസ്സിലായില്ലേ? അതാണ് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻറ്റ്, ക്യാപ്റ്റൻ. മനസ്സിലായില്ലേ? നിങ്ങളെ വർത്തമാനമൊക്കെ കേട്ടാൽ ഞാൻ UDF സർക്കാർ പോയപ്പോൾ എല്ലാം ക്ലിയർ ആക്കിയിട്ട് പോയ മാതിരിയാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോൾ 2021 ഇലക്ഷനിൽ നിങ്ങൾ മുഖ്യമന്ത്രി തീരുമാനിക്കലും രമേശ് ചെന്നിത്തലയും കാര്യങ്ങളൊക്കെ ചർച്ച നടത്തിയില്ലേ? നടന്നില്ലല്ലോ? ഇതും അതുപോലെ തന്നെ കേട്ടോ. മൂന്നാമതും ബാക്കി മെയ് 4 രാവിലെ ഒരു 8 മണിക്ക് പരിപാടി തുടങ്ങും. ഉച്ചയാകുമ്പോഴേക്ക് നിങ്ങൾക്ക് വിവരങ്ങളാണ് അറിയിച്ചു തരും. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് അറിയാം എന്താണ് ശരി ഏതാണ് ശരി. ജനങ്ങൾ ആരപ്പയെന്നുള്ളതൊക്കെ മനസ്സിലാവും. ചൊറിച്ചിന് മാറാൻ മരുന്നൊന്നുമില്ല അസീസ്ക്ക. അതൊരു പ്രായം വരുമ്പോൾ വരുന്നതാണ് കേട്ടോ. അതങ്ങനെ നടന്നോളൂ. അല്ല അപ്പം എന്താ പറയുക,